ഹലോ, എടാ നീ എന്തെടുക്കുവാ ഒന്ന് ജോലി ഉണ്ടായിരുന്നു. ഈ സമയത്തോ? ആ. ഹാപ്പി ന്യൂ ഇയർ. ഉം. നിനക്ക് ആ ഗ്രേസ് ആന്റിയുടെ വീട്ടിൽ പോക്കൂടായിരുന്നോ? അവിടെ കുറെ പേര് കൂടുന്ന അവള് പറഞ്ഞേ. അത് ഇവിടുന്ന് ഭയങ്കര ദൂരാണമ്മേ. ഓ അല്ലേ നീ അങ്ങ് പോയേനെ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്തേ? ജോഷോയ അവരൊക്കെ? അറിയില്ല. നിനക്കെന്നാ അവരുടെ കൂടെ വല്ലതും പൊക്കൂടായിരുന്നോ? ജോലി ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞു. മോനെ, നിനക്ക് ഈ ജോലി ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. ക്രിസ്മസിന് നീ വരാതിരുന്നപ്പം ന്യൂ ഇയറിനെങ്കിലും നീ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ലീവ് കിട്ടണ്ടേ? ആ സാരമില്ല, സൂസനും പിള്ളേരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിന്ന് ബിരിയാണി വെച്ചു. ആ വരുന്നു. എന്നാ സഞ്ജു. ഹലോ. ഹലോ, അച്ഛാ. നാളെ ഓഫീസിൽ പോകണോ? ഓഫീസിൽ പോകണം. ശരി. ഫുഡ്. സഞ്ജു അല്ലേ? എടാ മനസ്സിലായോ? അരവിന്ദ് കഷ്ടപ്പിടിച്ച്. അരവിന്ദ്. എടാ വാഷ്റൂം യൂസ് ചെയ്യാവോ? സോറി, കുറച്ച് ബിസിയാ അപ്പോൾ. എന്താ ഗസ്റ്റ് വല്ലതും ഉണ്ടോ? ഗസ്റ്റ് ഇല്ല, കുറച്ച് പണിയുണ്ട്. അർജൻറ്റ് ഏട്ടാ, പുറത്താണല്ലേ മെയിൻ്റെനൻസോ? ശരി. ഹാപ്പി ന്യൂ ഇയർ. ആ അതെ. നീ ഒറ്റയ്ക്കാ? ആ അതെ. ആ ശരി. എടാ സോറി, ഞാൻ എൻ്റെ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ആ ടേബിളിൽ കാണുമായിരിക്കും. ഒന്ന് ഓക്കെ, താങ്ക് യു. ഒരു ഡ്രിങ്ക് ആയാലും. ഇല്ല കുഴപ്പമില്ല. തിരക്കില്ലെങ്കിൽ ഒന്ന് ഇരുന്നിട്ടൊന്ന് പോവാം. അരവിന്ദ് എന്താ ചെയ്യുന്നു? ഞാൻ ഇത് തന്നെ. ഇപ്പോൾ വേറെ ജോലിയൊന്നും ആയില്ലേ? വേറെ ജോലിയൊക്കെ നോക്കി, പക്ഷെ ഒന്നും കൂടി സെറ്റായില്ല. പിന്നെ എഞ്ചിനീയറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ. കുറേ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പട്ടിണി കിടന്ന് ബോറടിച്ചപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്, അതങ്ങ് സ്ഥിരമായി. ഇപ്പോൾ വീട്ടുകാരൊക്കെ?
വീട്ടുകാരൊക്കെ വലിയ അടിയായിരുന്നു, അപ്പനായിട്ടൊക്കെ വലിയ സീനായതാ. പിന്നെ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുറേ കാശ് കൊടുത്ത് പഠിപ്പിച്ചല്ലേ. വീട്ടുകാരോട് മിണ്ടാതിരിക്കാൻ ഓരോരുത്തർക്ക് പല കാരണങ്ങളുണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കാനോ? എടാ, അമ്മ രാവിലെ വിളിച്ച് എണീപ്പിച്ചില്ലേ ഞാൻ എണീക്കുകയല്ല. പിന്നെ അപ്പൻ ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ, ആള് പാവാ. അത് വിട്, നീ ഇപ്പം എന്ത് ചെയ്യുന്നത്? ഞാൻ സിസ്റ്റംസ് എഞ്ചിനീയർ LNDയിൽ. ഓ, ഇപ്പം നല്ല സാലറി ഒക്കെ ഉണ്ട്. നിനക്കെന്താ കുഴപ്പമുണ്ടല്ലോ, എന്താ? ഒന്നുമില്ല. എടാ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? കാര്യം പറ. ഒന്നുമില്ലടോ. നിന്റെ സാഹചര്യമൊക്കെ കണ്ടിട്ട് നിന്റെ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, നീ പറ. എൻ്റെ ജോലി പോയതോ കുറച്ച് മുമ്പേ ടെർമിനേഷൻ ലെറ്റർ വന്നു. ഓ, അതാണോ നീ ഇങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഷോക്ക് അടിച്ചിരിക്കുന്നത്? എടാ, ഒരു ജോലി പോയാൽ വേറെ ജോലി, അത്രേ ഉള്ളൂ. നീ അതൊക്കെ വിട്. ഇതങ്ങനെ വിടാൻ കഴിയില്ല. എനിക്ക് വേറെ ജോലിയൊന്നും പറ്റില്ല. എന്താ പറ്റി? ഒന്നുമില്ല, എനിക്ക് ആ പ്രഷർ താങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് ഈ ജോലി ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ അത്ര കാലം വിചാരിച്ചത് ഞാൻ ഈ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ജീവിക്കുന്നത്. കുറേ കാലമായി ഈ പ്രൊജക്റ്റും അതിൻ്റെ പിന്നാലെ പോകുന്നു. തിരിഞ്ഞ് ആ ഫോണുണ്ട്. ഞാൻ കുറേ ഈ ഫോൺ പോലെ കുറേ പട്ടിപ്പണിയെടുത്ത അവസാനം സിമ്പിളായിട്ടൊന്ന് ഒഴിവാക്കി കളഞ്ഞു. പക്ഷെ എന്താ അറിയാം, ആ ഫോൺ എത്രമാത്രം ഹാങ് ആയിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ പണി ചെയ്യും. പക്ഷെ എന്താ പറയാൻ, പഴയ ഫോൺ ഒഴിവാക്കും, പുതിയ ഫോൺ മേടിക്കും. എടാ, ഈ വർക്ക് പ്രഷറൊക്കെ സാധാരണയല്ലേ. എടാ, ഈ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റേ തെറ്റാണ്. നീ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്തെങ്കിൽ ചെയ്താൽ പോരെ, എന്ത് വർക്ക് പ്രഷർ? പിന്നെ നിനക്കൊക്കെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, എന്തോ ഈ പ്രസ്റ്റീജ് ഇഷ്യൂ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജോലി ചെയ്യില്ലേ, അതായി കുഴപ്പം. നീ അതൊക്കെ വിട്, ചില്ല, ഫ്രണ്ട്സായിട്ട് വെച്ചില്ല, അതൊക്കെ സെറ്റ് ആയിക്കോളൂ. നിനക്കറിയാം, സാധാരണ ഒരാൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് പോകും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ കൂടി 1-2 പേര്, അവർ പിന്നെ എവിടെയാണെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? എടാ, കുറേ നാളായിട്ട് ഞാൻ ഒറ്റയ്ക്ക. വീട്ടുകാർ പിന്നെ ഇറങ്ങിയ എനിക്ക് കൂട്ടുകാരില്ല എന്നുള്ള. അമ്മ എന്നിട്ട് കുറേ ശ്രമിച്ചു ഓരോ സ്ഥലത്തിലോട്ട് വിടാനും ആൾക്കാരോട് സംസാരിപ്പിക്കാനും. പക്ഷെ പഠിപ്പും ജോലി ഉണ്ടായിക്കൊണ്ട് വലിയ പരാതികളൊന്നുമില്ല. നാട്ടുകാരുടെ മുന്നിൽ അതൊക്കെ മതിയില്ലേ. ജോലി അത് മാത്രമേ ഉള്ളൂ എനിക്കുള്ളത്. അമ്മയ്ക്ക് എന്നെ പറ്റി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛന് പിന്നെ അതും പറയണ്ടായിരുന്നു. സഞ്ജു, ഞാനൊരു കാര്യം പറയട്ടെ. എടാ, ഈ ഫോണില്ലേ, അതിനകത്ത് അങ്ങോട്ട് വിളിക്കാൻ ഒരു സംവിധാനം കൂടെ ഉണ്ട്. നീ അതെടുത്ത് നിനക്ക് തോന്നിയ ആളെ വിളിക്കുക, എന്നിട്ട് കാര്യം പറ. ചിലർ കേൾക്കും, ചിലർ കേൾക്കത്തില്ല. പക്ഷെ എൻ്റെ അവസ്ഥ അത് മാറി. ഇതിപ്പോൾ എന്നോട് വന്നില്ലേ? ഹലോ, സഞ്ജു അല്ലേ? എടാ, മനസ്സിലായോ? അരവിന്ദ് മാസ്റ്റർ അർജൻറ്റായിട്ടാണ്. ഹാപ്പി ന്യൂ ഇയർ.
സഞ്ജു സഞ്ജു